സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ എടവണ്ണയിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച പകൽ 10:30യോടെയാണ് കൃഷിയിടത്തിൽ പുല്ലരിഞ്ഞതിനിടെ കർഷകനെ പന്നി ആക്രമിച്ചത്. കാട്ടുപന്നി പുറകെ ചാടി കഴിഞ്ഞ ദിവസം എടവണ്ണയിൽ സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടിരുന്നു. നിലമ്പൂരിലും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കാട്ടുപന്നി ശല്യം കാരണം കർഷകർ പൊറുതിമുട്ടി. കൃഷിക്ക് മാത്രമല്ല ജീവന് ഇവ ഭീഷണിയാവുകയാണ്. ക്ഷീരകർഷകൻ കൂടിയായ പത്തപ്പുരം വില്ലത്തൂർ വെള്ളൂർപ്പൊയിൽ വളയംകുന്ന് 59-കാരൻ ബാബുവിനാണ് പരിക്കേറ്റത്. വീടിനോട് ചേർന്ന പറമ്പിൽ പുല്ലരിഞ്ഞതിനിടെ ഇദ്ദേഹത്തെ പന്നി കുത്തുകയായിരുന്നു. ഇരുകാലുകൾക്കും പരിക്കേറ്റ ഇദ്ദേഹം മഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പാലപ്പറ്റയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പന്നിയുടെ കുത്തേറ്റ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളാണ് ഇതിനകം കാട്ടുപന്നികളുടെ ആക്രമണത്തിനിരയായത്. മലയോരത്ത് കൃഷിനാശവും വ്യാപകമാവുകയാണ്. കൃഷിക്കും ജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ കൊല്ലാൻ അധികൃതർ അനുമതി നൽകുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്നാണ് പരാതി. മലയോരത്ത് പന്നിശല്യം വ്യാപകമായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതികൾ ഉയരുന്നു. ദിനേന ഇവയുടെ എണ്ണം പെരുകുന്നതായും ആക്രമണം വർദ്ധിക്കുന്നതായും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. പത്തപ്പുരയത്ത് ഞായറാഴ്ച കർഷകനെ ആക്രമിച്ച പന്നിയെ വനം വകുപ്പിന്റെ എംപാനൽ ഷൂട്ടർ പത്തപ്പുരം സ്വദേശി കുഞ്ഞിപ്പ കുന്നത്തൂർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ജഡം നാട്ടുകാർ സംസ്കരിച്ചതായും കുഞ്ഞിപ്പ കുന്നത്തൂർ പറഞ്ഞു. ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതിയുണ്ടെങ്കിലും ചെലവ് ലഭ്യമാകുന്നില്ലെന്നാണ് എംപാനൽ ഷൂട്ടർമാരുടെ പരാതി. ഒട്ടേറെ കർഷകരാണ് ദിവസവും ഇവരുടെ സഹായം തേടുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളിൽ കർഷകരെ സഹായിക്കാനാകുന്നില്ലെന്ന് ഷൂട്ടർമാർ പറയുന്നു. സംസ്കരണ ചെലവുകൾ ഉൾപ്പെടെയുള്ള ബാധ്യതകളെല്ലാം ഇപ്പോൾ ഷൂട്ടർമാരുടെ തലയിലാവുകയാണ്. പന്നിശല്യത്തിന് ഇപ്പോ ചില പഞ്ചായത്തുകളൊക്കെ അനുമതി തന്നല്ലാതെ വേറെ നമുക്ക് ചെലവോ കാര്യങ്ങളൊന്നും അവർ തരുന്നില്ല. ആദ്യം ഫോറസ്റ്റിന്റെ കയ്യിലായിരുന്നു. ഫോറസ്റ്റുകാർ ഒരു പന്നിക്ക് 1000 രൂപ വെച്ചിട്ട് നമുക്ക് തെരന്റെ ചെലവും അങ്ങനെ ചെലവ് തന്നിരുന്നു. അന്ന് റിസ്ക് ഇല്ലായിരുന്നു. ഇവിടെ വെച്ച ഉടനെ നമുക്ക് ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞാൽ അവരൊന്ന് കൊണ്ടുവരുന്നു. ഇപ്പോ പഞ്ചായത്ത് അനുമതി തന്നു എന്നല്ലാതെ നമ്മളെ സമീപ പഞ്ചായത്തുകളായ മമ്പാട്, എടവണ്ണ, തൃക്കലങ്ങോടൊക്കെ അനുമതി തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവർ അതിനുള്ള വേറെ കാര്യങ്ങളൊന്നും ഒരു ഉത്സാഹത്തിലെടുക്കുന്നില്ല. ആ കാര്യത്തില് കർഷകർക്ക് ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ ഉടനെ നമ്മളെ നമ്പർ കൊടുക്കും, അവര് വിളിക്കും. പിന്നെ ഇതിപ്പോ വെടിവെക്ക് നമ്മളെ ഒരു ബാധ്യതയായ രൂപത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത്. സ്വന്തം ഒരു ബുള്ളറ്റിന് 130 രൂപ 120 രൂപ റേഞ്ചിൽ വരും. അപ്പൊ അത് സ്വന്തം ചെലവിൽ നമുക്ക് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട്. ഈ കാര്യം കർഷകർ ഒരുപാട് വിളിക്കുന്നുണ്ട്. കുറെ ആളുകൾ കൃഷി നിർത്തിയ മട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. നിലമ്പൂരിൽ പോത്തുകൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റം പാത്രക്കുണ്ട് സ്വദേശി കാട്ടുപറമ്പിൽ റോയിക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കൂട്ടുകാരനായ സുബിനൊപ്പം മൂരിക്കാഞ്ഞിരത്തെ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടുപന്നിയെ കണ്ട് സുബിൻ സ്കൂട്ടറിൽ നിന്നും ചാടി. ഇതിനിടയിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന റോയിയുടെ വലതുകാലിന്റെ തുടയുടെ ഭാഗത്ത് തേറ്റ കൊണ്ട് കുത്തി സ്കൂട്ടർ അടക്കം മറിച്ചിടുകയായിരുന്നു. റോയ്ക്കും സ്കൂട്ടറിനുമൊപ്പം വീണ കാട്ടുപന്നിക്ക് പിന്നെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെന്ന് കൂട്ടുകാരനായ സുബിൻ പറഞ്ഞു. പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം വനപാലകർ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന ശേഷം പെട്രോൾ ഒഴിച്ച് കുഴിച്ചിട്ടു. പന്നി പരാക്രമം കാണിച്ച സാഹചര്യത്തിൽ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പിനും റോയ് വിധേയനായി. വെള്ളിമുറ്റം പാത്രക്കൊണ്ട് മൂരിക്കാഞ്ഞിരം ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നി വീണുപോയതുകൊണ്ട് മാത്രമാണ് റോയ് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഞങ്ങൾ ബൈക്കിൽ പോകുമായിരുന്നു, പണി സൈറ്റിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല നിലവിളി കേൾക്കുന്നുണ്ട്. നിലവിളി കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നത്? അവർ പറഞ്ഞു ആ വഴിക്ക് വരില്ലേ മക്കളെ, ആ വഴിക്ക് വരില്ലേ എന്ന് പറഞ്ഞു.
അപ്പോൾ വരലെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ വീട്ടുമുറ്റത്ത് അവരുടെ ബൈക്ക് തന്നെ ഓൾറെഡി മറിഞ്ഞു കിടക്കിയിരുന്നു. പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് സംഭവം അറിയില്ലല്ലോ. ഞങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് പന്നി ഓടി വന്നു. അപ്പോൾ ഞാൻ ആ ബൈക്കിൽ നിന്ന് ചാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പന്നിയെ ബ്ലോക്ക് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് മാറി ചാടിപ്പോയി. ഞാൻ ബ്ലോക്ക് ചെയ്ത സമയത്ത് എൻ്റെ സുഹൃത്ത് അവൻ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു. ബൈക്കിൽ ഇരിക്കുന്ന അവനെ പന്നി നേരിട്ട് പോയിട്ട് അവൻ്റെ തൊടയിലേക്ക് കുത്തിയാണ് സംഭവിച്ചത്. കുത്തിയിട്ട് അവനും ബൈക്കും രണ്ടും കുഴിയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പന്നി നേരെ അവിടെ തന്നെ കടന്നു. പന്നി വീണ്ടും എണീക്കാൻ ശ്രമിച്ചു, പക്ഷെ പന്നിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല, അവിടെ തന്നെ കടന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെയും കൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയുണ്ടായത്. പന്നി രാവിലെ മുതലേ അവർ പറയുന്നുണ്ട് എന്തോ പരിഭ്രാന്തിയായിട്ട് അവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വീട് മൊത്തം കുത്തി പൊളിക്കുകയോ അതുപോലെ അവിടുത്തെ വാഹനങ്ങൾ ഇടിക്കുക, അങ്ങനത്തെ പ്രശ്നത്തിലായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ പോകുന്ന വഴിയിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം. വേറെ ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് സാറുകളൊക്കെ വന്നിരുന്നു. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവരോട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.